ഡെയിലി ബേസിസിൽ ഒരുപാടധികം ക്രൈമുകളെ കുറിച്ച് നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ കേൾക്കുന്നതാണ്. അതിൻ്റെ ഉള്ളിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാടധികം റേപ്പ് കേസുകളുമുണ്ട്. അപ്പോൾ ഇതിനൊക്കെ എതിരെയായിട്ട് പലതരത്തിലുള്ള പ്രൊട്ടസ്റ്റുകളും മറ്റുമൊക്കെ നമ്മൾ കാണാറുണ്ട്. പല പ്രൊട്ടസ്റ്റുകളിലും നമ്മളും പങ്കാളികളായിട്ടുണ്ട്. എന്നാൽ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ ഇരയായത് ഒരു ആൺകുട്ടിയും അതുപോലെ തന്നെ പ്രതികളായിരിക്കുന്നത് 4 പെൺകുട്ടികളുമാണ്. നമ്മൾ സാധാരണഗതിയിൽ കേൾക്കാത്ത തരത്തിലുള്ള ഒരു കേസ് തന്നെയാണിത്. പുരുഷന്മാരാണ് യൂഷ്വലി ഇത്തരത്തിലുള്ള ക്രൈമുകളും കാര്യങ്ങളൊക്കെ കാണിക്കാറുള്ളത്. എന്നാൽ ഈ ഒരു ഇൻസിഡൻറ്റിൽ ഇത് കാണിച്ചിരിക്കുന്നത് സ്ത്രീകളായിരുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ 4 പെൺകുട്ടികൾ ആ ഒരു പയ്യൻ്റെ അടുത്ത് ചെയ്ത ക്രൂരതയെക്കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അക്ഷരാർത്ഥത്തിൽ ജലന്ധർ തന്നെ കുലുങ്ങിയ ഒരു കേസായിരുന്നു ഇത്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. പഞ്ചാബിലെ ജലന്ധറിൽ 2022 നവംബർ മാസമാണ് ഈ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നത്. അന്നത്തെ ദിവസം തൻ്റെ ലെതർ ഫാക്ടറിയിലത്തെ ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് 25 വയസ്സുള്ള ആ ഒരു ചെറുപ്പക്കാരൻ തൻ്റെ വീട്ടിലോട്ട് നടക്കുകയായിരുന്നു. അങ്ങനെ അധികം ആളുകളും ആരും തന്നെ ഇല്ലാത്തൊരു വഴിയിലൂടെ ആളിങ്ങനെ നടന്ന് തൻ്റെ വീട്ടിലോട്ട് പോകുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് തന്നെ ഒരു വൈറ്റ് കളർ കാറ് ആളുടെ അടുത്ത് കൊണ്ടുവന്ന് നിർത്തുകയായിരുന്നു. ആ ഒരു കാറ് ഏത് മോഡലാണെന്നോ അതേപോലെ തന്നെയുള്ള കാര്യങ്ങളൊന്നും ആ ഒരു സമയത്ത് ആ പയ്യനെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ഈ പയ്യൻ ആ ഒരു കാറിലോട്ട് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ആ കാറിൻ്റെ ഒരു ചില്ലിങ്ങനെ താഴ്ന്നു വന്നു. ആ ഒരു കാറിനകത്തോട്ട് നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ 4 പെൺകുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. അവരുടെ പ്രായത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു ഏർലി 20s അവർ, അതായത് ഒരു 20-25 പ്രായമുള്ള 4 പെൺകുട്ടികളായിരുന്നു. അപ്പോൾ അവരുടെ കയ്യിലൊരു വെള്ള കളർ ഒരു കടലാസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ എന്തോ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പഞ്ചാബിയിൽ ഇവർ ഈ ഒരു പയ്യൻ്റെ അടുത്ത് ഒരു അഡ്രസ്സ് ചോദിക്കുകയാണ്. അപ്പോൾ അഡ്രസ്സായിരുന്നു ആ ഒരു കടലാസിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു പേപ്പർ സ്ലിപ്പ് ഈ ഒരു പയ്യൻ്റെ കയ്യിൽ കൊടുക്കുകയായിരുന്നു. ആ ഒരു പേപ്പർ സ്ലിപ്പ് വാങ്ങി ആ ഒരു പയ്യൻ നോക്കുന്നതിൻ്റെ ഇടയിൽ ഈ സ്ത്രീകളിൽ ഒരാൾ അവരുടെ ബാഗിൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ ഒരു സ്പ്രേ എടുത്ത് ആ ഒരു പയ്യൻ്റെ മുഖത്തോട്ട് അടിക്കുകയായിരുന്നു. ആ പയ്യൻ കയ്യും മറ്റൊക്കെ വെച്ച് മുഖം മറക്കാനായിട്ട് ശ്രമിച്ചു എന്നുണ്ടെങ്കിലും അതൊക്കെ വിഫലമാവുകയാണ്. അതിനുശേഷം ഇവർ 4 പേരും കൂടെ ആ ഒരു പയ്യനെ ആ കാറിലോട്ട് കയറ്റിയിടുകയും വണ്ടി അവിടെ നിന്ന് നല്ല സ്പീഡിൽ എടുത്തു പോവുകയും ചെയ്തു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ സമയത്ത് അവിടെ വേറെ വണ്ടികളൊന്നും തന്നെ പോകുന്നുണ്ടായിരുന്നില്ല. അതുപോലെ വേറെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻസിഡൻറ്റ് ആ സമയത്ത് നടന്നത് ആരും അറിഞ്ഞതുമില്ല. കാറിൽ കയറ്റിയ ആ ഒരു പയ്യനെ ഇവർ ഡ്രഗ് ചെയ്യുകയായിരുന്നു. അതിനുശേഷം ഈ ഒരു പയ്യൻ്റെ ബോധം പതിയെ പോവുകയാണ്. എന്താണ് സംഭവിക്കുന്നത്, എന്തൊക്കെയാണ് നടക്കുന്നതിനെ കുറിച്ച് യാതൊരു ഐഡിയയും ഈ ഒരു പയ്യന് ഉണ്ടായിരുന്നില്ല. എന്നാൽ തൻ്റെ ജീവിതത്തിലെ ഒട്ടും മറക്കാനാകാത്ത ഒരു സംഭവമായിരിക്കും, അത് ഭീകരമാവുന്ന ഒരു സംഭവമായിരിക്കും ഇനി നടക്കാൻ പോകുന്നത് എന്നുള്ളത് ആ ഒരു പയ്യൻ ആ സമയത്ത് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നിട്ടുണ്ടാകില്ല. ഡ്രഗ് ചെയ്ത് ആ ഒരു പയ്യൻ്റെ ബോധം പോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് ബോധം വന്ന് തുടങ്ങി. അപ്പോൾ പയ്യൻ നോക്കുമ്പോൾ ആളുടെ 2 കൈകളും പിറകിലോട്ട് വലിച്ചു പിടിച്ച് കെട്ടി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്ലൈൻഡ് ഫോൾഡ് ചെയ്തിരിക്കുകയായിരുന്നു. അതായത് കണ്ണിൽ എന്തോ ഒരു സംഭവം വെച്ച് കയറ്റി കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു പയ്യൻ കാതു കൂർപ്പിച്ചപ്പോൾ ആ 4 പെൺകുട്ടികളുടെ സൗണ്ട് മാത്രമായിരുന്നു കേട്ടത്. അപ്പോൾ ഈ 4 പെൺകുട്ടികളാണ് തന്നെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകുന്നത് എന്നുള്ളൊരു കാര്യം ആ ഒരു പയ്യൻ തീർച്ചയാക്കുകയാണ്. അതിനുശേഷം അവിടെ നിന്ന് കുതിറി മാറാനായിട്ട് ആ ഒരു പയ്യൻ ഇങ്ങനെ ശ്രമിക്കുകയായിരുന്നു. ആ സമയത്തും ആ ഒരു കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ടൈമിൽ അവർ വീണ്ടും ഈ ഒരു പയ്യനെ ഡ്രഗ് ചെയ്യുകയായിരുന്നു. അപ്പോൾ വീണ്ടും ആ ഒരു പയ്യൻ്റെ ബോധം പോയി. അതിനുശേഷം പിന്നീട് ബോധം തെളിയുമ്പോൾ ആ പയ്യൻ കാറിൻ്റെ അകത്തായിരുന്നില്ല ഉണ്ടായിരുന്നത്, വേറെ ഒരു സ്ഥലത്തായിരുന്നു. അതുപോലെ തന്നെ ആൽക്കഹോളിൻ്റെ മണവും മറ്റുമൊക്കെ ആ ഒരു സമയത്ത് ഈ പയ്യന് ലഭിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഒരു കിഡ്നാപ്പ് ചെയ്ത് വേറെ എവിടെയോ കൊണ്ടെത്തിച്ചിരിക്കുകയാണെന്നുള്ളത് ഈ പയ്യന് മനസ്സിലായി. ഇവർ മദ്യപിക്കുന്നുണ്ടെന്നുള്ളതും മനസ്സിലായി. ഇവരെന്താണ് സംസാരിക്കുന്നതെന്നുള്ളത് ആ ഒരു പയ്യൻ ശ്രദ്ധിച്ചപ്പോൾ ആ പയ്യന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് ഇവർ ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് സംസാരിക്കുന്നതെന്നാണ്. അതായത് ഈ പയ്യൻ്റെ അടുത്ത് വഴി ചോദിച്ചപ്പോൾ പഞ്ചാബി ലാംഗ്വേജിലായിരുന്നു സംസാരിച്ചിരുന്നത്. എന്നാൽ അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ടായിരുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിലായിരുന്നു. ഈ പയ്യൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലെതർ ഫാക്ടറിയിൽ സാധാരണ ഒരു ജോലിക്കാരനായിരുന്നു. വിലയേറിയിട്ട് പഠിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളത് ഈ ഒരു പയ്യനെ കൊണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോഴത്തേനും ഈ ഒരു പയ്യന് ബോധം വന്നതായിട്ട് അവർ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ആ പയ്യൻ അവർ വീണ്ടും എന്തൊക്കെയോ ഡ്രഗ് കൊടുക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ആൽക്കഹോളും ആ ഒരു പയ്യനെ കൊണ്ട് കുടിപ്പിച്ചു. പിന്നീട് ബോധമുണ്ട് എന്നാൽ ബോധമില്ല എന്നുള്ളൊരു സ്റ്റേറ്റിലോട്ട് ആ ഒരു പയ്യൻ എത്തുകയും ചെയ്തു. അതിനുശേഷം ആ 4 പെൺകുട്ടികളും ഇയാളെ മാറി മാറി റേപ്പ് ചെയ്യുകയായിരുന്നു. എന്തൊക്കെയോ സെക്ഷൽ അറോസ്മെന്റ് ഡ്രഗ്സും ഈ ഒരു പയ്യന് ആ ഒരു സമയത്ത് കൊടുത്തതായിട്ടാണ് സംശയിക്കപ്പെടുന്നത്.
ഡ്രഗിന്റെ ഇൻഫ്ലുവൻസിലായതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് തൻ്റെ ചുറ്റും നടക്കുന്നതെന്ന് പൂർണ്ണമായും മനസ്സിലാക്കാനായിട്ട് ഈ ഒരു പയ്യനെ കൊണ്ട് സാധിച്ചില്ല. ഇവർ തന്നെ ഇത്തരത്തിൽ റേപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ആ ഒരു പയ്യന് മനസ്സിലായി. അതുപോലെ തന്നെ ഈ ഒരു പയ്യൻ തന്നെ കൊണ്ട് പറ്റുന്നത് പോലെ എന്താ പറയുക നോക്കാനും അതേപോലെ തന്നെ കുതറാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്നാലും എന്താ പറയുക കൈയും കാലമൊക്കെ തളർന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു. എന്നാലും ആ ഒരു ഇൻസിഡൻറ്റിൽ നിന്നും അതിൽ നിന്നൊക്കെ ആൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് പല പെൺകുട്ടികൾ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം മാത്രമാണ്. അല്ലാതെ അവരാരാണെന്നോ എന്താണെന്നോ അല്ലാന്നുണ്ടെങ്കിൽ ഏതൊരു സ്ഥലത്തോട്ടാണ് ആ ഒരു പയ്യനെ കറക്റ്റായിട്ട് അവർ കൊണ്ടുപോയത് തുടങ്ങിയിട്ടുള്ള ഒരു ഡീറ്റെയിൽസും ആ ഒരു പയ്യന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ അവരുടെ ആവശ്യങ്ങളും മറ്റുമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു പയ്യനെ വീണ്ടും അവർ ഡ്രഗ് ചെയ്യുകയായിരുന്നു. അപ്പോൾ ഈ പയ്യൻ്റെ ബോധം പൂർണ്ണമായിട്ടും നശിക്കുകയാണ്. അതിനുശേഷം ഇവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പയ്യനെ എവിടെ നിന്നാണോ കിഡ്നാപ്പ് ചെയ്തത് അവിടെ തന്നെ കൊണ്ടുപോയി ഡംപ് ചെയ്യുകയായിരുന്നു. അതേപോലെ തന്നെ ഈ പയ്യൻ്റെ കയ്യിലെ കെട്ടുകളോ അതേപോലെ തന്നെ കണ്ണിലെ കെട്ടോ ഒന്നും തന്നെ അഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആ ഒരു റോഡ് സൈഡിൽ ആ പയ്യൻ കുറച്ച് നേരം കിടന്നു. അതിനുശേഷം ആ പയ്യന് ചെറിയ രീതിയിൽ ബോധം വന്നപ്പോൾ എങ്ങനെയൊക്കെയോ തൻ്റെ എന്താ പറയുക കണ്ണിൻ്റെ മുകളിലുള്ള ആ ഒരു കെട്ട് ആൾ അഴിക്കുകയാണ്. അതിനുശേഷം എന്താ പറയുക എങ്ങനെയോ അയാൾ തൻ്റെ വീട്ടിലോട്ട് എത്തുകയും ചെയ്തു. ആൾ വീട്ടിലോട്ട് എത്തിയപ്പോൾ ആളുടെ വൈഫും കുഞ്ഞും അയാളെയും കാത്തിരിക്കുകയായിരുന്നു. സാധാരണഗതിയിൽ ആളെത്തുന്ന സമയത്ത് അന്നത്തെ ദിവസം ആൾ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ആൾക്ക് എന്താണ് പറ്റിയെന്നുള്ളത് ആർക്കും അറിയില്ലായിരുന്നു. അന്വേഷിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ആൾ ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, വീട്ടിലോട്ടൊത്ത് എത്തിയിട്ടില്ല. അങ്ങനെയുള്ള ആ ഒരു സിറ്റുവേഷനിൽ അവർ അകപ്പാടെ പകച്ച് നിൽക്കുമ്പോഴായിരുന്നു ഇയാൾ നേരെ വീട്ടിലോട്ട് എത്തുന്നത്. അപ്പോൾ ഭാര്യ നോക്കുമ്പോൾ എന്തൊക്കെയോ പരിക്കുകൾ പറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലായി. എന്നാൽ എന്താണ് പറ്റിയതെന്ന് ചോദിച്ചപ്പോൾ അയാൾക്ക് പെട്ടെന്നുകൊണ്ട് തന്നെ പറയാനായിട്ട് സാധിച്ചില്ല. എന്നാൽ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നടന്ന എല്ലാ കാര്യങ്ങളും അയാൾ ഭാര്യയുടെ അടുത്ത് പറയുകയാണ്. അതായത് താൻ ജോലി കഴിഞ്ഞ് ഇതേപോലെ തന്നെ എന്താ പറയുക വീട്ടിലോട്ട് നടന്നു വരികയായിരുന്നെന്നും ആ ഒരു സമയത്ത് ഇതേപോലെ ഒരു വെള്ള വണ്ടി വന്ന് നിർത്തി അതിൽ 4 പെൺകുട്ടികളായിരുന്നെന്നും പിന്നീട് ഇതേപോലെ തന്നെ ഒരു അഡ്രസ്സ് കാണിച്ചു കൊടുത്തിട്ട് അത് എവിടേക്കാണെന്ന് ചോദിച്ചു. എന്നാൽ അത് നോക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ഒരു സ്പ്രേ അടിച്ചു. പിന്നീട് തൻ്റെ മേത്ത് എന്തൊക്കെയോ ചെയ്തു. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു പയ്യൻ തൻ്റെ ഭാര്യയുടെ അടുത്ത് പറയുകയാണ്. എന്നിട്ട് ആ ഒരു പയ്യൻ കേസ് കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ ആളുടെ ഭാര്യ അയാളുടെ അടുത്ത് കേസ് കൊടുക്കണ്ട എന്നുള്ളൊരു കാര്യമായിരുന്നു പറഞ്ഞത്. കാരണം ഇയാൾ പറഞ്ഞ സ്റ്റോറിയിൽ നിന്ന് അവർ അത്യാവശ്യം ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഫാമിലിയിൽ നിന്നുള്ള പെൺകുട്ടികളാകാനുള്ള സാധ്യതയുണ്ടെന്ന് ഈ ഒരു ഭാര്യ മനസ്സിലാക്കുകയായിരുന്നു. അപ്പോൾ ഇവർ കേസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കേസ് തിരിഞ്ഞു വരാനുള്ള സാധ്യതയുണ്ടെന്ന് ആ ഒരു സ്ത്രീ മനസ്സിലാക്കി. അതുപോലെ തന്നെ ജീവൻ തിരിച്ചു കിട്ടിയല്ലോ അത് തന്നെ വലിയ ഭാഗ്യം എന്നുള്ളൊരു തരത്തിലായിരുന്നു ഭാര്യ ആ സമയത്ത് പ്രതികരിച്ചതായിട്ട് പറയപ്പെടുന്നത്. അങ്ങനെ അവർ ഡയറക്റ്റായിട്ട് പോലീസിൻ്റെ അടുത്ത് കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും കൊടുത്തില്ല. എന്നാൽ അതിനുശേഷം ഈ ഒരു പയ്യൻ തൻ്റെ സുഹൃത്തുക്കളുടെ അടുത്തൊക്കെ ഈ ഒരു കാര്യം പറയുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു റിപ്പോർട്ടർ ഉണ്ടായിരുന്നു, ഒരു ലോക്കൽ ചാനലിലത്തെ ആൾ ഈ ഒരു സ്റ്റോറി കേൾക്കാനിടയായി. അങ്ങനെ ആൾ ആ ഒരു ലോക്കൽ ചാനലിലൂടെ ഈ ഒരു സംഭവം വെളിയിൽ വിടുകയായിരുന്നു. അതിനുശേഷം ഈ ഒരു കേസ് വൈറലായി. അവിടെ ഇവിടെയൊക്കെ ചെറിയ ചർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പോലീസുകാർ കേസ് എടുത്തതായിട്ട് ചില റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്നാലും എന്താ പറയുക ഇവരെ 4 പേരെയും ഐഡൻറ്റിഫൈ ചെയ്യാനോ എന്താണെന്നോ ഏതാണെന്നോ ഒന്നും തന്നെ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം യാതൊരു അപ്ഡേറ്റും ഈ ഒരു ഇൻസിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു വന്നതായിട്ടും അറിവില്ല. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ആ ഒരു പയ്യൻ്റെ ഒരു മൈൻഡ് സെറ്റ് ആ ഒരു ടൈമിൽ എന്തായിരുന്നിട്ടുണ്ടാകുമല്ലേ. അപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ച് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളിൽ രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എനിക്ക് ഇത്രയൊക്കെ തന്നെയാണ് പറയാനുള്ളത്. ആൻഡ് ഇറ്റ്സ് മീ റിയൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.